ഹലോ ഡേസ്, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നേരുന്നു. കഴിഞ്ഞ വർഷം നമുക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു അവസരം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ളൊരു വീഡിയോ, നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്തായിരിക്കണം എന്നുള്ള വീഡിയോ ഇന്നലെ വൈകിട്ട് ചെയ്തിരുന്നു. കാണാത്ത ആളുകൾ കാണാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വർഷത്തിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് കഴിഞ്ഞ വർഷത്തിലേക്ക് നിഫ്റ്റിയുടെ പെർഫോമൻസ് ഒന്ന് നോക്കാം, ഒന്ന് വിലയിരുത്താം. എത്രമാത്രം റിട്ടേൺ ആണ് നിഫ്റ്റി നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് സ്വയം ഉറപ്പുവരുത്താം. ഞാനൊരു ചാർട്ട് നിങ്ങളെ കാണിക്കാം. ഇത് നിഫ്റ്റിയുടെ കഴിഞ്ഞ ഒരു 9 വർഷത്തെ റിട്ടേൺ ആണ്. ഇതിൽ ഈ ഒരു ചാർട്ട് സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2015 ഇത് ഇയർലി ചാർട്ടാണ്. ഇത് ഇയർലി ചാർട്ടാണ്. 2023 ഏറ്റവും ടോപ്പിലുള്ളത്. ഈ വർഷം ഏകദേശം 20% റിട്ടേൺ നിഫ്റ്റി നൽകി. അതിന് തൊട്ട് മുന്നിലുള്ള എല്ലാ വർഷവും ഈവൻ 2020 മാർക്ക് ചെയ്തത് കാണാം. 2020 നിഫ്റ്റി ഏകദേശം ഒരു 13,500 നിന്ന് 7,500 ഫോളോ ചെയ്തു. പക്ഷേ സ്റ്റിൽ ആ ഒരു വർഷവും നിഫ്റ്റി പോസിറ്റീവ് റിട്ടേൺ നൽകി. 2015 ഏറ്റവും അവസാനമായിട്ട് നിഫ്റ്റി നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ളത്. 2015 ശേഷം നിഫ്റ്റി പോസിറ്റീവ് റിട്ടേൺ മാത്രമാണ് നൽകിയിട്ടുള്ളൂ. നിഫ്റ്റിയിലെ ഏറ്റവും മികച്ച റിട്ടേൺ നൽകിയ വർഷങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2023 20%, 22 4%, 21 24%, 2020 സ്റ്റിൽ 15%, 2019 18 17 29% റിട്ടേൺ നൽകിയിരുന്നു നിഫ്റ്റി. അപ്പോൾ നമ്മുടെ നാട്ടിലെ ബാങ്കിനേക്കാളും മികച്ച രീതിയിൽ റിട്ടേൺ നൽകാൻ ശേഷിയുള്ള ഒരു ഇൻഡെക്സാണ് നിഫ്റ്റി എന്ന് പറയുന്നത്. ഇനി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ BSE കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏകദേശം 364 ലക്ഷം കോടി രൂപ കവിഞ്ഞു. ഈ ഒരു വർഷം ബിഗിനിങ്ങിൽ 282 കോടി രൂപയായിരുന്നു. നിഫ്റ്റി 50 മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്റ്റോക്കുകൾ ടാറ്റ മോട്ടോഴ്സ് 100%, ബജാജ് ഓട്ടോ 89%, NTPC, L&T, കോൾ ഇന്ത്യ തുടങ്ങിയ കമ്പനീസ് 67 മുതൽ 87% വരെയുള്ള റിട്ടേൺ നൽകി. PSU കമ്പനി, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കമ്പനികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ REC, PFC, BHEL, HAL, NTPC തുടങ്ങിയ കമ്പനീസ് 87 മുതൽ 254% റിട്ടേണും നൽകി. അതിശക്തമായ രീതിയിൽ ഇന്ത്യൻ വിപണി മുന്നോട്ട് പോകുന്നു. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. 5ാമത്തെ രാജ്യം ഇനിയിപ്പോൾ 3ാമത്തെ രാജ്യങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ആകും. അപ്പോൾ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യയിൽ വരുന്നു. മികച്ച രീതിയിലുള്ള എക്കണോമിക് ഡേറ്റാസ് എല്ലാം തന്നെ വരുന്നു. ഇൻഡെക്സിന് വളരെയധികം ഗുണകരമാണ്. ഈ ഒരു അവസരത്തിലും ഈ ഒരു വർഷം പ്രോഫിറ്റ് എടുക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവാം. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് രീതികൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക, സൂക്ഷ്മമായിട്ട് അതിൽ മാറ്റങ്ങൾ വരുത്തുക. കാരണം ഇത്ര നല്ല ഒരു വർഷത്തിൽ ഏത് സ്റ്റോക്കിലിട്ടാലും റിട്ടേൺ കിട്ടുന്ന ഈ അവസരത്തിൽ നമുക്ക് നെഗറ്റീവ് റിട്ടേൺ ആണ് നമ്മുടെ PNL എങ്കിൽ നമ്മളത് സ്വയം പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് തന്നെ ആദ്യം പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റ്, നമ്മളെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ കാണാം US VIX 35% ഫോൾ ഉണ്ടാക്കി 11.7 എന്ന നിലയിലെത്തി നിൽക്കുന്നതാണ്. നാസ്ഡാക്കിലും ഡോ ജോൺസിലും പ്രോഫിറ്റ് ബുക്കിംഗ് സ്ലൈറ്റ്ലി കണ്ടു. കൂടാതെ തന്നെ യൂറോപ്യൻ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടില്ല. ഡാക്സ്, CAC 40, FTSE UK മാർക്കറ്റുകൾ ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. US VIX വലിയൊരു ഫോൾ ഉണ്ടാക്കി എന്നുള്ളതാണ് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ആയതിനു ശേഷം നൽകിയ ഒരു വലിയൊരു കാര്യം. ഇനി അടുത്ത ആഴ്ചയിൽ ഗ്ലോബൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഈവൻറ്റുകൾ നോക്കാം. US മാർക്കറ്റ് തിങ്കളാഴ്ച ക്ലോസ് ആണ്. തിങ്കളാഴ്ച ദിവസം ചൈന ക്ലോസ് ആണ്, യൂറോസോൺ ക്ലോസ് ആണ്, ജർമ്മനി ക്ലോസ് ആണ്, UK ക്ലോസ് ആണ്. അപ്പോൾ തിങ്കളാഴ്ച ദിവസം നമ്മുടെ മാർക്കറ്റ് മാത്രമാണേ ഉള്ളൂ. ചൊവ്വാഴ്ച ദിവസം ചൈനയിൽ നിന്ന് മാനുഫാക്ചറിംഗ് PMI, ജർമ്മൻ മാനുഫാക്ചറിംഗ് PMI, UK മാനുഫാക്ചറിംഗ് PMI, ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് PMI ഉണ്ട്. ബുധനാഴ്ച ദിവസം US നിന്ന് ജോബ് ഓപ്പണിങ്ങും മാനുഫാക്ചറിംഗ് PMI ഡേറ്റ വരുന്നുണ്ട്. ജർമ്മനിയിലെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഡേറ്റ വരുന്നുണ്ട് ബുധനാഴ്ച. വ്യാഴാഴ്ച ദിവസം കുറച്ചധികം ക്രൂഷ്യലാണ്. FOMCയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ്, US നിന്ന് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം, US നിന്ന് ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് വരുന്നുണ്ട്. യൂറോസോണിൽ നിന്ന് ജർമ്മനിയുടെ സർവീസ് PMI വരുന്നുണ്ട്.
ജർമ്മനി CPI ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്, UK സർവീസ് PMI വരുന്നുണ്ട്. ഫ്രൈഡേ വളരെയധികം ക്രൂഷ്യലാണ്. ഫ്രൈഡേ US റിസർവ് ബാലൻസ്, ഫെഡറൽ റിസർവിൻ്റെ ബാലൻസ് ഡേറ്റ വരുന്നുണ്ട്, നോൺ ഫാം പേറോൾ ഡേറ്റ, അൺഎംപ്ലോയ്മെൻറ്റ് ഡേറ്റ വരുന്നുണ്ട്, യൂറോസോണിൽ നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്, UK നിന്ന് കൺസ്ട്രക്ഷൻ PMI ഡേറ്റ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച മാർക്കറ്റ് വളരെയധികം ക്രൂഷ്യലായിട്ടുള്ള ഒരുപാട് ഈവൻറ്റുകൾ നിറഞ്ഞൊരാഴ്ചയാണ്. ഓരോ ദിവസവും പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കേണ്ടത് വളരെയധികം ഗുണകരമായിരിക്കും. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ്, ICC, HDFC, ഡോക്ടർ റെഡ്ഡി, റിലയൻസ് എല്ലാം തന്നെ റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ US ടെക്നോളജി കമ്പനീസിൽ മൈക്രോസോഫ്റ്റ് ഫ്ലാറ്റായ രീതിയിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ചു. ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റുള്ള ടെക്നോളജി കമ്പനീസ് എല്ലാം തന്നെ റെഡിൽ ക്ലോസ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് വെള്ളിയാഴ്ച ദിവസം പൊതുവേ യൂറോപ്യൻ മാർക്കറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ US മാർക്കറ്റിലും US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിലും US മാർക്കറ്റിലെ മേജറായിട്ടുള്ള ടെക്നോളജി കമ്പനീസിലും ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു എന്നുള്ളതാണ്. ഇനി അടുത്ത ആഴ്ചയിൽ ഇന്ന് ഇപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളുടെ ന്യൂസുകൾ നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഉക്രൈൻ റഷ്യ വാർ ഈ ഒരു പുതുവത്സര ദിനത്തിലും കുറച്ചധികം മൂർച്ഛിച്ചിട്ടുണ്ട്. അതായത് ഉക്രൈൻ ഇതാദ്യമായിട്ട് ഉക്രൈനോട് ചേർന്നിട്ടുള്ള റഷ്യൻ ബോർഡറിൽ ഒരു എയർ സ്ട്രൈക്ക് നടത്തി 13 റഷ്യൻ സിറ്റിസൻസ് മരിച്ചു, 2 കുട്ടികൾ ഉൾപ്പെടെ. അപ്പോൾ ഇതിനെതിരെ റഷ്യ അതിശക്തമായ രീതിയിൽ തിരിച്ചടി നടത്തുമെന്ന് റഷ്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഈ ഒരു വാറ് 1 വർഷം 1.5 വർഷം നീണ്ടു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള അറ്റാക്കുകൾക്ക് മാർക്കറ്റ് ഓൾറെഡി തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ കൂടിയും സ്പെസിഫിക്കായിട്ട് നടത്തുന്ന ഇത്തരം അറ്റാക്കുകൾ ഒന്ന് സൂക്ഷിക്കുക. അത് മാത്രമല്ല, പല പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും യുദ്ധ സാഹചര്യമുണ്ട്. ഉക്രൈൻ റഷ്യ യുദ്ധം മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ 2024 കടക്കുമ്പോൾ നിഫ്റ്റി ഇത്രയധികം ഉയർന്ന റേഞ്ചിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ജാഗ്രത പാലിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ ഹെഡ്ജ് ചെയ്യുക. ഓപ്ഷൻ ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ പൊസിഷൻ, ഓവർനൈറ്റ് പൊസിഷൻ സൂക്ഷ്മമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനും ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കൊച്ചിയിലും കാലിക്കറ്റിലും. ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടാം. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ആദ്യമായിട്ട് GSW സ്റ്റീലിനെ സംബന്ധിച്ചുള്ള ന്യൂസാണ്. ഇവരുടെ CEO കഴിഞ്ഞ ദിവസം SBIയുടെ ബിസിനസ് കോൺക്ലേവിൽ പറഞ്ഞിട്ടുള്ളത്, ഈ GSW സ്റ്റീൽ ഇവരുടെ ആനുവൽ കപ്പാസിറ്റി 50 മില്യൺ ടണ്ണിലേക്ക് ഉയർത്തും. ഇത് GSW സ്റ്റീലിൻ്റെ ഇൻകം ഏകദേശം ഒരു 8 മുതൽ 10% വരെ ഉയർത്താനായിട്ട് പറ്റുമെന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റ് GSW സ്റ്റീലിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഡോക്ടർ റെഡ്ഡി ഏകദേശം എഡിറ്റി തെറാപ്പിസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയിൽ $2 മില്യൺ 7% അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. RPP ഇൻഫ്ര 183 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ്. SCVN ഇവിടെ പുതിയ പവർ പ്രൊജക്റ്റ് ഉത്തർപ്രദേശിൽ ഇവർ ഇനാഗ്രേറ്റ് ചെയ്തു എന്നുള്ള ന്യൂസ്. നസാറ ടെക് ഗെയിമിംഗ് കമ്പനിയാണ്. ഫോർ യു ഗെയിമിങ്ങിനെ ഇവർ അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ്. കരിയർ വൈശ്യ ബാങ്കിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഈ RBI ICC പൊട്ടൻഷ്യൽ എന്ന് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനത്തിന് കരിയർ വൈശ്യ ബാങ്കിൻ്റെ 9.95% സ്റ്റേക്ക് അക്യൂർ ചെയ്യാനായിട്ട് അനുമതി കൊടുത്തു. യുണൈറ്റഡ് സ്പിരിറ്റ്സ് ആൽക്കഹോളിക് ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. സെൻട്രൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് യുണൈറ്റഡ് സ്പിരിറ്റ്സിന് ഏകദേശം 5 കോടി രൂപ പെനാൽറ്റി ചുമത്തിയതായിട്ടുള്ള ന്യൂസ്. ജുബിലൻ്റ് ഇൻഗ്രേവിയ കമ്പനി ഗുജറാത്തിലെ പുതിയ അവരുടെ പ്ലാന്റ് കമ്മീഷൻ ചെയ്തു, ഉദ്ഘാടനം നടത്തി. JPT ഇൻഫ്ര 267 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ്. പവർമെക്ക് 2100 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ്. NBCCക്ക് 88 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ്. ഹിന്ദുസ്ഥാൻ ഫുഡ് ഹരിയാനയിൽ ഇവർ പുതിയ സ്പോർട്സ് മാനുഫാക്ചറിങ് യൂണിറ്റ് ഇവർ സ്വന്തമാക്കി എന്നുള്ള ന്യൂസ്. ജുബിലൻ്റ് ഫുഡ് കമ്പനി ഡൊമിനോസ് പിസയുടെ എല്ലാം തന്നെ പ്രൊമോട്ടേഴ്സാണ്. മിയാമി, അമേരിക്ക കേന്ദ്രമായുള്ള മിയാമിയിലുള്ള പൊപ്പോയ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ജുബിലൻ്റ് ഫുഡ് അക്യൂർ ചെയ്തിരുന്നു. അപ്പോൾ ഇത് ഇന്ത്യയിൽ വികസിപ്പിക്കുമെന്നുള്ള ന്യൂസ്. കോർപ്പറേറ്റ് ആക്ഷൻ അടുത്ത ആഴ്ചയിലുള്ളത്, നെസ്ലയുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് 1:10:1, അതായത് ഒരു സ്റ്റോക്ക് 10 സ്റ്റോക്കുകളാവും. അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ഉണ്ട്, ജനുവരി 10-നാണ്. 10:5 എന്ന റേഷ്യോയിലാണ്. അപ്പോൾ 2 കമ്പനികളുടെയും സ്റ്റോക്ക് സ്പ്ലിറ്റ് ഉണ്ടാകും.
അപ്പോൾ ഇത് ഈ ഒരു കമ്പനിയിൽ ലിക്വിഡിറ്റി കൂട്ടാനായിട്ട് കാരണമാകും. വിശദമായിട്ടുള്ള ന്യൂസായിട്ട് നാളെ രാവിലെ 7:00 എത്താൻ ശ്രമിക്കാം. താങ്ക് യു, ബൈ ഓൾ.